നിക്കണ നിപ്പിലാണ് കേട്ടോ മൈൻഡ് മാറണത്. അപ്പൊ ദേ ഐസിൽ കുളിപ്പിച്ച് ഇടത്തേക്കിടന്ന ഇങ്ങനെയും കൂന്തലിനൊക്കെ ഞാൻ എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ കറി വെക്കാനുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തക്കാളി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തക്കാളി രസം കാച്ചാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ആ പ്ലാൻ അങ്ങ് മാറ്റി. അപ്പൊ അതേ കൂന്തലും തങ്കൊക്കെ ഞാൻ രണ്ടും രണ്ട് ചട്ടിക്കകത്തോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കൂന്തൽ കറി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സവോള ആദ്യം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയ ശേഷം ഞാൻ ദേ കൂന്തൽ എടുത്തിട്ട് കണ്ടം മുണ്ടും മുറിച്ചിടുന്നുണ്ടേ. അതിനെ വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ഇനി വെക്കാൻ തന്നെ കറി അടപ്പത്താക്കാട്ട്. അപ്പൊ ദേ കിടക്കണ ചട്ടിയും കലമ്പോ തട്ടിയും മുട്ടിരിക്കുന്നവരുടെ കേട്ടില്ലേ, ദേ കണ്ടോട്ടാ. ഇനി എനിക്ക് ആകെപ്പാടെ ഒരു കർമ്മം ചട്ടി മാത്രമേ ഉള്ളൂ. ഒരു ചട്ടിയാണെങ്കിൽ ദേ ഇപ്പൊ പൊട്ടുമെന്നും പറഞ്ഞിരിക്കണം. അതിനെ ഞാനിപ്പോ അടപ്പത്ത് കയറ്റും കേട്ടാ. അല്ലാതെ നമുക്ക് നിവർത്തിയില്ല, മീൻകറി വെച്ചെടുക്കണ്ടേ. അപ്പൊ ഈ പുക കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. പണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ചവറ് കത്തിക്കുമ്പോ തന്നെ പുക വരുമല്ല. അപ്പൊ ഞങ്ങൾ ഉടനെ ആകാശാംഗ കളിക്കും കേട്ടാ. മൺചട്ടി പിന്നെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ പൊട്ടണ ഒരു ചട്ടിയുണ്ടത്, താണ്ടതേ തൊട്ടാ പൊട്ട് ഇംഗ്ലീഷ് പൊട്ടെ എന്ന് പറഞ്ഞിട്ട് അടപ്പത്ത് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട് കേട്ടോ. അത് മീൻകറിക്കാണേ. നങ്ക് വറുത്തെടുക്കാം, പിന്നെ കൂന്തലും കറി വെക്കാം, രസവും കാച്ചാന്നും പറഞ്ഞിട്ടാണ് ഞാൻ പണി തുടങ്ങിയത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് അങ്ങ് മാറി കേട്ടാ. പിന്നെ നങ്ക് തിളപ്പിച്ചെടുക്കാന്നായേ. അങ്ങനെ ദേ നങ്ക് കറി അടപ്പത്താക്കിയിട്ട് നങ്കിന്റെ കാര്യം അറിയാല, ഷൂ തിളച്ചപ്പ തന്നെ ആവും. രസം കാച്ചാൻ വേണ്ടി വെച്ച തക്കാളി ഞാനെടുത്ത് താളിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ തക്കാളിക്കറിയുടെ റെസിപ്പി കുറെ പേര് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുമില്ല, സിമ്പിൾ. വെറുതെ ചീനച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവാള പച്ചമുളക് കറിവേപ്പില തക്കാളി കൂടെ ഒരുമിച്ചിടണം. ഇനി അതിന്റെ പുറത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് കയ്യിൽ വെച്ച് തക്കാളി നന്നായിട്ട് ഉടച്ചിട്ട് അവിടെ മൂടി വെക്കുക. അപ്പൊ നമ്മുടെ തക്കാളിക്കറി റെഡി. അപ്പൊ അതേ കൂന്തലും നങ്ക് തിളപ്പിച്ചതും തക്കാളിക്കറിയും കൂടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് എന്റെ കൂടെ കഴിക്കാൻ ചേട്ടനില്ല. ഞാൻ ഏകാന്തതയുടെ അപാര തീരങ്ങളിലിരുന്ന് ഒറ്റക്ക് ചോറും ചമ്മണിട്ട് 10 ടാറ്റാ.